അടുപ്പ് കത്തിക്കുക. രാവിലെ അടുപ്പ് കത്തിക്കണ്ട, അന്ന് വൈകിട്ടാണ്, ഞായറാഴ്ച അല്ലേ. രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. മടിയല്ല വയ്യാണ്ടാണ് കേട്ടോ. അടുപ്പ് കത്തിയപ്പോൾ രസം. നല്ല മഴയാണ് ഇവിടെ. ഇവിടെയൊക്കെ ക്ലിഞ്ഞോ എന്നാണ്. കത്തി പിടിച്ചു. അങ്ങനെ പിടിച്ചു. ഓലയൊക്കെ വേണം, ഓലയില്ലേ? മഴ ചോറിന് വെള്ളം വെക്കട്ടെ. ഇനി അവിടെ കിടന്ന് വേവും. അല്ല, ചൂടാകട്ടെ വെള്ളം. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടാ. അത്ര ഫ്രഷൊന്നുമല്ല, പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. കുറച്ചാ കിട്ടിയുള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പം മത്തി അടിപൊളിയായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റിൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേട്ടാ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഈ മത്തി നേരാക്കി തരട്ടെ. വലിയ മത്തിനെ പൊട്ടിയിരിക്കുന്നു മാത്രം. ഇടയിലിടയിൽ ഓരോ പൊട്ടുണ്ട്. ചേട്ടൻ മീൻ നേരാക്കാൻ കേട്ടോ. നേരാക്കി തരുവാണ് കേട്ടോ. എന്താ പറയുക, എന്തായിരിക്കാം ഇതിൻ്റെ മുട്ട ചെറുതാണ്. മത്തി ഒരാഴ്ചക്ക് തിന്നാണ്ട് എന്തോരു പനഞ്ഞില്, നമ്മളവിടെ പറയുക പനഞ്ഞില്. നമുക്ക് തോന്നുള്ളൂ ചെറുതാണ്. അത് മീൻ കറിക്ക് വേണ്ടി അരപ്പും തയ്യാറാക്കാം കേട്ടോ. ചെറിയൊരു മുറി തേങ്ങ, ഒരു ടീസ്പൂൺ മുളക് പൊടി, ചെറിയൊരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 ചെറിയ ഉള്ളി, ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഇട്ടാ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ടാണ്. വാളംപുളി അതിന് ടേസ്റ്റ്. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് മീൻ കറി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അരപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി. കരിയാണ്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വേഗട്ടെ കേട്ടോ. നമ്മുടെ മീൻ കറി തുറന്ന് നോക്കട്ടോ. ഓ, നന്നായി വറ്റിയിട്ടോ. നല്ല കുറുകി. ഇനി ഓഫാക്കുക. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി. 2 തണ്ട് കറിവേപ്പില. നന്നായി വറ്റി.
കേട്ടോ. എന്താ മീൻകറി നന്നായി വറ്റി. ഇതാണ് തേങ്ങ അരച്ച മത്തി വറ്റിക്കൽ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കാം. കുറച്ച് മത്തി വറക്കുന്നുണ്ടാകും. കുറച്ച് 3-4 എല്ലാവർക്കും വരുന്നു. മത്തി കിട്ടിയില്ല, കുറച്ചാ കിട്ടിയുള്ളൂ. അടിയിലെന്താ വേറൊരു സാധനം? പനങ്ങൾ, മീൻ്റെ മുട്ട, മൊരിയട്ടേട്ടാ. എന്താ? ദോശ ഉണ്ണിക്ക് 2 ദോശ വേണം പറഞ്ഞു. ഉണ്ണിക്ക് 2 ദോശ ഉണ്ടാക്കി തരാട്ടാ. ആ മതി. നമുക്ക് ദോശ മാവ് അരച്ചപ്പോൾ ദോശയാണ്. 3 നേരം ചേട്ടനാണ് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞു. കുറേയൊക്കെ തലവേദനയായിട്ട് ഇന്നലെ ആശുപത്രി പോയുള്ളൂ. എനിക്ക് കുറച്ചില്ലേ ഈ കുറച്ചില്ലെങ്കിൽ കലുണ്ട് ദോശ നടുവില് കട്ടി പറഞ്ഞില്ല. നടുവില് ഉണ്ണിക്കായ കാര്യം ഡബിളാണ്. അവിടെ പ്രാവ് പോകുന്നുണ്ടല്ലോ. കല്ല് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അത് ചുരുളും. കുറച്ച് എണ്ണയൊക്കെ മുകളിൽ വെച്ചോ കേട്ടാ. പ്രാവ് ദോശൻ്റെ കഴിഞ്ഞാ ദോശ എണ്ണ കൂടി ഉണ്ടാക്കിയാൽ ദോശ ഉണ്ടാക്കി ദോ 2 ആയിട്ടില്ല. ഇത്ര നേരം തീ കെടുത്തി. ശരി. കല്ല് ചൂടാകുമ്പോൾ ഇരുമ്പെല്ലാം കാരണം ചൂടാകുമ്പോൾ ചിലപ്പോൾ പുറത്ത് ഒഴിക്കുമ്പോൾ കിടന്ന് പിസ്റ്റടിക്കും. ഡാൻസ് കളിക്കും. ഫീൽഡിൽ നിന്ന് വിട്ടിട്ട് കുറേ കാലമായി. പണ്ട് ഹോട്ടലിൽ പണിക്കുന്നത്. ഹോട്ടലിന്റെ പരിസരത്ത് കഴിക്കാനില്ലാണ്ട് ഹോട്ടലിന്റെ പരിസരത്തേക്ക് പോവില്ല. എന്നിട്ടാണ് ഹോട്ടൽ ഫീൽഡ്. നല്ല ടേസ്റ്റാണ്. ചോറും ചൂട് കറിയും ചൂട് സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറയണതല്ല കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ വെക്കാത്തവരൊന്നും വെച്ച് നോക്കുക. ഞങ്ങൾ 3 കഴിക്കട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഞായറാഴ്ചയ്ക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. പുതിയ മീൻകറി ഇട്ടാ കണ്ടോ? സൂപ്പർ മീൻ വറ്റിച്ചത്. ഒരു ചാറ് മതി. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ മത്തി വറുത്തത് രാവിലെ ചോറിട്ട് കൊടുത്താണ്. ഇപ്പോഴാണ് വരുന്നത് ഉച്ചയായിട്ട്. 2, 4, 6 മഴയായിട്ട് അവർ പേടിച്ചിരിക്കുകയാണ് ഗൈസ്. പ്രാവിനൊക്കെ പനി വരുമോ? എവിടെ നിന്നൊക്കെയാണ് വരുന്നത്?